ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് മണ്ടാല ആർട്ടാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 9 സെൻറ്റിമീറ്ററുള്ള ഒരു ലൈൻ വരച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലൈൻ വരച്ചിട്ട് ഞാൻ ആ ഒരു വശം ഒന്ന് ഷെയ്ഡും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിനകത്ത് ഓരോ സെൻറ്റിമീറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കോമ്പസ് വെച്ചിട്ട് ഞാനിങ്ങനെ ഒരുപാട് റൗണ്ട് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ മഴവില്ലൊക്കെ വരയ്ക്കില്ലേ, അതേപോലെ കേട്ടോ. അപ്പോൾ അത്രയ്ക്കൊന്നും ഇതിനകത്ത് വേണ്ട, ഇത്രയും മാത്രം മതി കേട്ടോ വരയ്ക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് ഇനി താഴേക്ക് കുറച്ച് ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാലോ. അപ്പം ഇന്ന് 2026, അതായത് 2026 സ്റ്റാർട്ട് ചെയ്തല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വർഷത്തിൻ്റെ തുടക്കമാണല്ലോ, അപ്പം ആ ഒരു വർഷത്തിനെ പറ്റിയുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ആർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, 2026 ഞാനൊന്ന് എഴുതുന്നുണ്ട്. എഴുതിയപ്പം ചെറിയൊരു മിസ്റ്റേക്കൊക്കെ പറ്റി. ഇങ്ങനെ എഴുതുന്നത് ഞാൻ വലിയ എക്സ്പേർട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല, അതുകൊണ്ടാണ്. അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കണേ. അപ്പം ഇത് മൊത്തം എഴുതി സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ കളർ എടുക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് യെല്ലോ കളറാണ്. യെല്ലോ കളർ ആ ഒരു റൗണ്ടിൽ ഫില്ല് ചെയ്യുക. പിന്നെ പിങ്ക് എടുക്കുന്നുണ്ട്, ഗ്രീന്, വയലറ്റ്, ആ ഒരു ഓർഡറിലാണ് കേട്ടോ കളർ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ആ 2026 ഈ ഓരോ കളറുകളായിട്ട് ഞാനിവിടെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ടാണ് നമ്മുടെ മണ്ടാല ആർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ. യെല്ലോയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. യെല്ലോ കളറിൽ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ രീതിയിലാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. ബ്ലാക്ക് പെന്നാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളൊന്ന് വരച്ചു കൊടുത്ത് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഓരോ പാർട്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പിക്ചേഴ്സാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ പാർട്ടിൽ ഫസ്റ്റ് വരച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആർട്ടാണുള്ളത്. തേർഡ് വണ്ണിൽ വേറൊരു രീതിക്കാണ്, ഫോർത്ത് വണ്ണിലും വേറൊരു രീതിക്ക്, അങ്ങനെയാണ് ഞാനിത് വരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഓരോ ഭാഗം വരച്ചപ്പോഴും ജസ്റ്റ് ഒന്ന് കറുപ്പിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഈ ഒരു ആർട്ട് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ന്യൂ ഇയർ. താങ്ക്